വർഷത്തിന് ശേഷം പിന്നെയും ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളത് വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ റീ റിലീസ് ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ ചില സിനിമകളാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നത്. കാര്യം അന്ന് കണ്ട സിനിമ, അന്ന് കണ്ട ഒരു ആവേശത്തോടെ, അതിൻ്റെ ഒരു 100 ഇരട്ടി ആവേശത്തോടെയാണ് നമ്മൾ ഇന്ന് സിനിമ കാണുന്നത്. ഒരു വലിയ ഭാഗ്യമാണ് അന്ന് കണ്ട സിനിമ. നമ്മൾ പിന്നെ പലപ്പോഴും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര വലിയ സ്ക്രീനിൽ ഇത് ഇത്രയും ക്വാളിറ്റിയോടെ, പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയോടെ നമ്മൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇത് ശരിക്കും അന്നത്തെ ഒരു ഗാങ്സ്റ്റർ, ആദ്യത്തെ ഗാങ്സ്റ്റർ പടമായിട്ടുള്ളത്. ആദ്യത്തെ ഗാങ്സ്റ്റർ സിനിമ എനിക്ക് തോന്നാതെ ഗാങ്സ്റ്റർ സിനിമ അതിനിപ്പോൾ നമ്മൾ മറ്റ് ലാംഗ്വേജുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളെ ഇത്രയും സ്വാധീനിച്ച ഒരു ഇന്ത്യൻ ഗാങ്സ്റ്റർ സിനിമ എനിക്ക് തോന്നുന്നു ആദ്യ സിനിമ ഇതാണ്. 4K വന്നപ്പോൾ എങ്ങനെയാണ് ഗംഭീരമായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അന്ന് ഒരു പുതിയ സിനിമ കാണുന്ന എക്സ്പീരിയൻസിലാണ് സിനിമ കണ്ടത്. നമുക്ക് സിനിമ കണ്ടിട്ട് കഥ അറിയാം, എനിക്ക് പോലും നമ്മൾ ഓരോ മൊമെൻറ്റും വളരെ ത്രില്ലടിച്ചിട്ടാണ് കണ്ടത്. നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഒപ്പം സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല തിയേറ്ററിൽ ഈ സിനിമ കാണണം. എനിക്ക് തോന്നി പുതിയ തലമുറയിൽ 15 വയസ്സിനകത്തുള്ള കുട്ടികൾ ഈ സിനിമ കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണണം. കാരണം ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സിനിമ. ഓരോ സീനും മേക്ക് ചെയ്തിരിക്കുന്നതും അതിൻ്റെ സൗണ്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഗംഭീരമാണ് സിനിമ. ഏതെങ്കിലും സീനെ കട്ട് ചെയ്ത് കളഞ്ഞുണ്ടോ ഇതിൽ പഴയത് വെച്ച് നോക്കുമ്പോൾ? ഇല്ല, എനിക്ക് ഒരു സീനും കട്ടായി പോയിട്ടായിട്ട് തോന്നുന്നില്ല. എല്ലാ സിനിമ നല്ല. ഇപ്പോൾ ഈ പുതിയ ടെക്നോളജിയിലെ നമുക്ക് തിയേറ്ററിൽ ഒരു ഫ്രഷ് സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്.